ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്ന് പുതുപ്പറമ്പ് വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ ബീഫ് കുറച്ച് വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതാ മോമോസ്, അതുപോലെ സമൂസയൊക്കെയുള്ള ഫില്ലിങ്സ് ഇതവിടെ ചിക്കനും വെജിറ്റബിളൊക്കെ ഇട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫ് ഒന്നുകൂടി വരട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഉമ്മ ഇവിടെ പത്തിരി ചുടുകയാണ് കേട്ടോ. കുറച്ച് വറുത്തെടുക്കാനുള്ള ബീഫ് ഇവിടെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പത്തിരി ഇത് പുറത്തൊരു കല്ലിൽ തന്നെയാണ് കേട്ടോ ചുട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പത്തിരി എന്ന് വെച്ചാൽ നല്ലോണം ഇങ്ങനെ പൊള്ളക്കാനൊക്കെ ഇങ്ങനെ ഓപ്പൺ അടുപ്പ് വേണമെന്നിട്ട് തൽക്കാലം തട്ടിക്കൂട്ട് അടുപ്പുമ്മലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കേട്ടോ നമ്മുടെ പത്തിരിയൊക്കെ ആയിട്ടുണ്ട്, എടുക്കുകയാണ്. വിറകടുപ്പിലാണ് കേട്ടോ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്നത്. ഉമ്മാക്ക് ഇതാണ് ഇഷ്ടം. ഉമ്മാക്ക് ഇങ്ങനെ ഗ്യാസുമ്പോൾ പത്തിരിയൊന്നും എല്ലാം ഇഷ്ടമില്ല. അപ്പോൾ ഇങ്ങനെ വിറകടുപ്പിൽ തന്നെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. ചുടാനുള്ള പത്തിരിയാണ് കേട്ടോ ഇതൊക്കെ. ചുട്ടത് താഴേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പ് ഇതാണ് കേട്ടോ. അടുപ്പൊരു സംഭവമാണ്. അടുപ്പ് തൽക്കാലം തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കിയത്. അടുപ്പൊക്കെ പൊളിച്ചതാണ് കേട്ടോ. ഇനി വേറെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 2-3 കുട്ടികൾ എന്തൊക്കെയോ പണി എടുക്കണം. എന്താ ഇവിടെ ചെയ്യണത്? ഉമ്മ കുട്ടിയോ? ഇവിടെ എന്താ അടുപ്പത്? എന്താ സഫമോളൊക്കെ വന്നതിന് ശേഷം ഭയങ്കര കളിയുണ്ട്. സഫമോള് മിന്നും. അപ്പോൾ ഇതാട്ടോ മിന്നു. ഇതാണ് റിയമോള്, നമ്മുടെ മൂത്താപ്പാന്റെ മോന്റെ കുട്ടിയാണ്. ഇതൊക്കെ എന്താ? മാങ്ങ ഉപ്പ് പഞ്ചസാര ഒക്കെ തിന്നാ? പിന്നെ ഇതെന്താ നാരങ്ങ വെള്ളോ? എന്താ പച്ചമാങ്ങ എന്താ ഇങ്ങനെ കല്ലുമ്മട്ട് അരച്ചുകൊണ്ട് അതിന്റെ നീരൊക്കെ തീക്ക് വെച്ച. അപ്പൊ പത്തിരിയൊക്കെ ഇവിടെ ചുട്ട് കഴിയാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ പത്തിരി ഒന്നും കൂടി പരത്തിയിട്ടൊക്കെ. ഇത് പ്രസമത്തിനല്ല മത്തിയത്. പിന്നെ പരത്തിയിട്ടില്ലല്ലോ? ഇല്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പൊക്കെ ഉണ്ട്. എത്രയും വലുതാവില്ല. അപ്പം ഉമ്മ പുക കൊണ്ട് ഇടങ്ങാറാണ് കേട്ടോ. കാണിച്ചമ്മ. അപ്പോൾ ഇത് നമ്മുടെ ഈ ബീഫ് ഒന്ന് ജസ്റ്റ് നാളെ ഇട്ട് ശരിക്കും ഇവിടുത്തെ ഇഫ്താർ. ഇന്നിപ്പോൾ ഇഫ്താർ എന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനും മഞ്ചേരിയിൽ നിന്ന് വന്നാൽ ഞാനും മക്കളും മാത്രം. ഹസ്ബൻഡിനെ കൊണ്ടുവന്നാക്കി പോകുന്നതാണ്. ഇനി നാളെയാണ് ശരിക്കും ഇവിടുത്തെ ഇഫ്താർ കേട്ടോ. അപ്പോൾ നാളെ ഇവിടുത്തെ പള്ളിക്ക് ഉസ്താദൊക്കെ ഉണ്ടാവും, വാഫി ഉസ്താദ് ഉണ്ടാവും ഒക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിട്ട്. അപ്പോൾ മോമോസിനുള്ള ചിക്കനൊക്കെ കുഞ്ഞോളെടുത്ത് വേവിച്ച് കുറച്ചും കൂടി ചിക്കൻ ഉണ്ട്. ഈ ചിക്കനൊന്ന് വേവിച്ച് റെഡിയാക്കണം. അങ്ങനെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സംഭവമാണ് ഇത്. ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ്. എന്തെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ എന്താ റവ ഉണ്ടാക്കൂലേ, തരി അതുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമൂസൻ്റെ ഫില്ലിങ്സ് ഒക്കെ ഇതവിടെ വെച്ച് മോമോസും കുറച്ച് സമൂസ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എന്ത് സംഭവം കലക്കണ്ടോ. അപ്പം ഉപ്പാക്ക് എന്ന് വെച്ചാൽ ജ്യൂസ്, എത്ര ജ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഉപ്പാക്ക് ഇഷ്ടം കുറച്ച് തരിക്കഞ്ഞ ഉണ്ട്. അത് പഴയ കാലത്ത് നല്ല പാലൊക്കെ ചേർത്ത് ഏലക്കായൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ കുഞ്ഞോള് വെച്ചാൽ അനിയത്തിയാണ് കേട്ടോ. അവള് മുളക് ബജിക്കുള്ള മുളക് ഇതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുളക് ബജി, കുറച്ച് സമൂസ, അതുപോലെ കുറച്ച് മോമോസ് ഒക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഈ എന്താ പറയുക തേങ്ങ ഒക്കെ വറുത്തരക്കണ സ്വഭാവമൊക്കെ ഉണ്ടോ നിങ്ങൾക്കൊക്കെ? അപ്പോൾ ഉമ്മ ഇവിടെ ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടില്ലേ? ഇതിപ്പോൾ എത്ര തേങ്ങ ഉണ്ടെന്നുള്ളത്? 5 തേങ്ങ വറുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിൽ നല്ല പെരുംജീരകവും അതുപോലെ നല്ല രീതിയിൽ കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ ചുവന്നുള്ള ഇട്ടൊക്കെ നന്നായിട്ട് വറുത്തിട്ട് ഇത് 5 തേങ്ങ വറുത്ത് വെച്ചതാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ പത്തിരിക്ക് ആയാലും പൊറോട്ടയ്ക്കായാലും വറുത്തരച്ച കറി രസമാണല്ലോ. അപ്പോൾ അതിക്ക് വേണ്ടിയിട്ട് ഇത് വറുത്ത് വെച്ചേക്കാണ്. എന്നാൽ പിന്നെ പച്ചത്തേങ്ങ അരക്കുകയാണെങ്കിൽ കുറച്ചിത് കൂട്ടി അരക്കുക, അല്ലെങ്കിൽ ഇത് മാത്രം അരച്ചൊഴിച്ചാലും മതി. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഇറച്ചിക്കറിക്കൊക്കെ ഇത് കുറച്ച് ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തരച്ച് ഒഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ കുറച്ചൊന്ന് വെള്ളം വറ്റിച്ചതാണ്. എന്നിട്ട് തേങ്ങ ഒഴിച്ചിട്ട് അത് സെറ്റാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്നെ ഏൽപ്പിച്ച് പോകുന്നതായിരുന്നു, കുറച്ചധികം വറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് 2 ദിവസം ഇവിടെ ഉണ്ടാവും കേട്ടോ. അതാണ് നമ്മളെ വീട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ എല്ലാവരും ഫോണൊക്കെ കണ്ട് അവിടെ ഇരിക്കുകയാണ്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകണില്ല. എന്തായാലും കുട്ടികൾ നോമ്പ് നോറ്റില്ല, കുറച്ച് റീൽസൊക്കെ കാണണമല്ലോ.
അങ്ങനെ ഉപ്പ വന്ന് പോയിക്കണം കേട്ടോ. പാവം എൻ്റെ ഉപ്പ കഷ്ടപ്പെട്ട് ജോലിക്ക് വേണ്ടി പോയിട്ട് തിരിച്ച് വന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പിന്നെയും പോയിട്ടോ. ശനി ഞായറും ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ശനി ഞായറും ഇൻഷാ അല്ലാ തിങ്കൾ മറ്റന്നാൾ രാവിലെ പോകണമെന്നാണ് വിചാരിക്കണേ. പക്ഷേ നാളെ തന്നെ നോമ്പ് തുറന്നതിന് ശേഷം പോകട്ടെ. മറ്റന്നാൾ കുട്ടികൾ ക്ലാസ് ഉണ്ട്. മൂത്ത മോൾക്ക് കണ്ണൂർ പോകാനുണ്ട്, രണ്ടാമത്തോൾക്ക് കൊണ്ടോട്ടിയാണ് അവൾ പഠിക്കണത്, ഓൾക്ക് അവിടെ പോകാനുണ്ട്. പിന്നെ സഫ മോൾക്കും മദ്രസ അല്ല സ്കൂളുണ്ട്, ഓൾക്ക് പിന്നെ 10 മണിക്ക് തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ നാളെ രാത്രി തന്നെ നോമ്പ് തുറന്നതിന് ശേഷം പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റന്നാൾ രാവിലെ, മിക്കവാറും നാളെ തന്നെ പോട്ടോ. അതായിരിക്കും സുഖം. നോമ്പ് തുറന്നതിന് ശേഷം പോയാലേ അതാണ് സുഖം. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ സ്റ്റോറിയൊക്കെ റമദാനൊക്കെ ആയിട്ട് കാണാൻ പലർക്കും പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ കഴിയുന്നവർ കണ്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റോറിയിൽ നല്ലൊരു പ്രമീള എന്ന് പറയുന്ന ഒരു ചേച്ചി ഒരു കമൻ്റൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ ഇസ്ലാമിക് സ്റ്റോറി ആയിട്ട് പോലും അവർ കാണാനും മനസ്സ് കാണിച്ചല്ലോ. കാര്യമായിട്ട് ഇന്നലത്തേതിലൊക്കെ കാര്യമായിട്ട് കുറേ ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്നാൽ പോലും അവർ അതിന് കമൻ്റൊക്കെ ഇട്ടാണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി ഇനി പൊറോട്ട കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് പോയിക്കണം കേട്ടോ. കുട്ടികൾക്ക് ഒരു ചൂടുള്ള പൊറോട്ടയൊക്കെ ഇഷ്ടമാണല്ലോ, ബീഫ് കറിൻ്റെയൊക്കെ കൂടെ. കുറച്ച് പത്തിരി ഉമ്മ ചൂടുന്നുണ്ട്. പിന്നെ കുറച്ച് അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ അനിയത്തിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുതുപ്പറമ്പ് വീട് കണ്ടോലെ തന്നെ ആയിരിക്കും, കാണാത്തവർ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഏകദേശം ഒരു 30 വർഷത്തോളമൊക്കെ പഴക്കമുള്ള വീടാണ് എന്ന് വെച്ച്. പക്ഷേ കുറച്ചൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയതാണ് കേട്ടോ. ഒരുപാട് വർഷങ്ങൾ പഴയ തറവാടായിരുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള വീടാണിത്. അപ്പോൾ ഇനി പെയിൻറ്റിങ്ങിനൊക്കെ ഒന്ന് അയക്കണം. ഈ പ്രാവശ്യം നോമ്പിന് പെയിൻറ്റൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ വീട്, ജനിച്ച് വളർന്ന വീട് ഇതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, അതൊക്കെ എൻ്റെ മൂത്താപ്പാര വീടാണ്. അതുപോലെ തന്നെ ആ ഭാഗത്തുള്ളതൊക്കെ കേട്ടോ. ഈ ഭാഗം മുഴുവനായിട്ട് ഞങ്ങളൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ മഞ്ചേരിയിലാണ് നമ്മളെ സ്വന്തം വീട്. ചിന്ന കല്യാണം കഴിച്ച മഞ്ചേരിക്ക്. അപ്പോൾ സ്വന്തം വീട് പുതുപ്പറമ്പ് വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ വീട്. ഇൻഷാ അല്ലാ 2 ദിവസം ഇവിടെ ഉണ്ടാകും. കഥകളൊക്കെ ഇവിടെ നിന്നായിരിക്കും. പക്ഷേ ഇവിടെ നിന്നാകുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് കുറച്ച് കഥ ഇടാനൊക്കെ പ്രയാസമായിരിക്കും. എന്നാലും കഴിയുന്ന രീതിയിലൊക്കെ ഒപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ വരും കേട്ടോ. ഉപ്പാനെ കാത്തിരിക്കുകയാണ്. കുട്ടികൾക്ക് ഉപ്പ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഉപ്പ സാധനങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ എത്തും. പക്ഷേ ഉപ്പാക്ക് ഡ്യൂട്ടി ഉണ്ട്. ഉപ്പാക്ക് വയറിങ്ങിൻ്റെ ജോലിയാണ്. 22 വർഷം ഇപ്പോൾ ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ കേട്ടോ കാര്യമായിട്ട്. ഇപ്പോൾ ഇവിടെ വയറിങ്ങിൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം നടക്കുക അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പുതുപ്പറമ്പ് വീട്ടിലെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.